ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്ന് നോക്കാം. 100% ഉറപ്പിക്കാൻ നമുക്കറിയാം, പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി ചൂഷണത്തിന് വിധേയരായി എന്നുള്ളതിന് ഉറപ്പാണ്. മറ്റെന്തൊക്കെ കാരണങ്ങളുണ്ടെന്ന് നോക്കാം. കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ കുട്ടി വേദന പറയുക, അത് വജൈനയിലാണെങ്കിലും ഏനസിലാണെങ്കിലും അവർ വേദന പറയുക, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിൽ മുറിവുകൾ, നമ്മൾ അസാധാരണമായ മുറിവുകൾ, ചതവുകൾ, തടിപ്പുകളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയോട് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ഇടവരണം. അവരുടെ അടിവസ്ത്രങ്ങളിലൊക്കെ രക്തക്കറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്രേഷൻസോ കാണുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക. നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക നമ്മൾ അത്ര സാധാരണമല്ല. മറ്റു കാരണം കൊണ്ട് വരില്ല എന്നില്ല, എന്നാൽ അത്ര സാധാരണമല്ല. കുട്ടി സെക്ഷലി ആക്റ്റീവ് ആണെങ്കിലാണ് കൂടുതലായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് പടരുന്ന രോഗങ്ങൾ കുട്ടികൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സംശയിക്കുകയും അങ്ങനെ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയും ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ഇടവരണം.